ഇന്ന് ഞാനപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വണ്ടിയിൽ നിന്ന് വീണ് കൈയും കാലൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പോയി നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. പൊന്മുടി ബസ്സാണ് കിട്ടിയത്. ഫ്രണ്ടിലാണ് നിന്നത്. സീറ്റൊന്നും കിട്ടിയില്ല. കണ്ട ഫ്രണ്ടിൽ കയറി നിൽപ്പുണ്ട്, സീറ്റൊന്നുമില്ല. അങ്ങനെ അവിടെ എത്തി നടന്നു എൻ്റെ വീട്ടിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോഴാണ് ഈ സാധനം കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ നമ്മളൊന്ന് എടുക്കണ്ടേ. അങ്ങനെ വന്നു. മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ല, കാരണം എപ്പോഴും എന്നെ കാണുന്നതാണ്. വലിയ എക്സ്പ്രഷനൊന്നുമില്ല. കണ്ടോ, ജസ്റ്റ് ഒന്ന് കൊങ്ങി കുടിച്ചത്, പാവം. അങ്ങനെ കൈയൊക്കെ ഓരോന്നിട്ടെടുത്ത് കാണിച്ചു തന്നു. എവിടെയൊക്കെയാണ് മുറിഞ്ഞത്, ദേഹത്തൊക്കെ മുറിവുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഒരു കാര്യമില്ല, പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാനൊന്നും പോകില്ല. അങ്ങനെ ഞാൻ പൊട്ടനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ പാവം കൊച്ച് ഇന്നലെ വീട്ടിൽ കൊണ്ടുവന്ന കേക്ക് എനിക്കൊരു പീസ് മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് അവൻ തന്നെ പകുതി കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കഴിച്ചു. കുറച്ച് കേക്ക് അവനും കൊടുത്തായിരുന്നു. അങ്ങനെ പബ്ജി കളിക്കാൻ വേണ്ടി കൊച്ചിരുന്നു. പബ്ജിയാണോ ഫ്രീ ഫയർ ആണോ എന്തോ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ആ കാര്യം കിടച്ചുകൊണ്ടതായി ഇവിടെ ഇരിക്കുകയാണ്. മൈൻഡില്ല ഗൈസ്, മൈൻഡില്ല, ഒരു മൈൻഡേ ഇല്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി. അവൻ്റെ ചേച്ചിയാണ്. അവനെ കാട്ടി കമ്പനി ഞാനും ചേച്ചിയാണ് ഗൈസ്, എല്ലാ കാര്യത്തിലും. സത്യം, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നേ ഉള്ളൂ. ഞാനും ചേച്ചിയാണ് കമ്പനി. അങ്ങനെ ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് വന്നിരുന്നു. ആൻറ്റി അടുത്ത് നോക്കിയപ്പോൾ ഇതാവന്ന് കിടക്കുന്നു, പബ്ജിയും കളിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ആൻറ്റി അടുത്ത് സംസാരിച്ചുകൊണ്ട്, ഗൈസ് ഈ വീട് നിറച്ച് പൂച്ചകളാണ്. എവിടെ നോക്കിയാലും പൂച്ചകൾ മാത്രമേ കാണുള്ളൂ. അടുക്കളയിൽ നോക്കിയാലും കണ്ടില്ലേ, ആൻറ്റി പാത്രം കഴിക്കണം നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല ക്യൂട്ടല്ലേ, എവിടെ നോക്കിയാലും പൂച്ചകളാണ് ഫുൾ. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം പൂച്ചയുടെ കെട്ടി പോയി ചൊറിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ചേച്ചിയുടെ കടയിൽ പോയി. അവർക്കൊരു കടയുണ്ട്. അങ്ങനെ കടയിൽ പോയപ്പോഴത്തേക്കും അവൻ്റെ കസിൻ വന്നു. അപ്പോൾ എൻ്റെ ബെസ്റ്റിയുടെ കസിനാണ്. സാഹസികമായാണ് കരിക്ക് കുടിക്കുന്നത് ഹെൽമെറ്റിൻ്റെ ഇടയിൽ കൂടെ. അത് വീഡിയോ എടുക്കുന്നത് കണ്ടത് കൊണ്ട് മാത്രം. അങ്ങനെ ഹെൽമെറ്റൊക്കെ മാറ്റി പിന്നെ വന്നതൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അതൊക്കെ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞ് ആ വണ്ടി കയറി വീട്ടിലോട്ടേക്ക് പോകുവാണ്.